അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, തമിഴ്നാട്ടിലെ ചിദംബരം എന്ന നാട്ടിൻ്റെ അടുത്ത് പറങ്കിപ്പേട്ട എന്ന പ്രദേശത്ത് അന്ത്യവിശ്രമം കൊള്ളുന്ന ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബത്തെ കിറാമിൽപ്പെട്ട ഉക്കാശ റളിയല്ലാഹു അൻഹുവിൻ്റെ ഹളറത്തിലാണ് നാം ഇന്ന് എത്തിയിരിക്കുന്നത്. ഉക്കാശ റളിയല്ലാഹു അൻഹുവിൻ്റെ ചരിത്രം പറഞ്ഞ് സമയം കളയുന്നില്ല. ബഹുമാനപ്പെട്ട ഉക്കാശ റളിയല്ലാഹു അൻഹുവിൻ്റെ ചരിത്രം അവിടുത്തെ ഇഷ്കിൻ്റെ ഭാഗമായി വലിയൊരു മഹത്തായ ചരിത്രമാണ് നമുക്ക് പാഠം നൽകുന്നത്. ഉഹദ് യുദ്ധത്തിൽ സൊഫ് ശരിയാക്കുമ്പോൾ അവിടുത്തെ വടിയുടെ ഒരു ചെറിയ തുമ്പ് ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കയ്യിലുള്ള വടിയുടെ ആ ഭാഗമൊന്ന് ഉക്കാശ റളിയല്ലാഹു അൻഹുവിൻ്റെ ശരീരത്ത് തട്ടിയപ്പോൾ അതിന് പകരം ചോദിക്കണമെന്ന ഭാവത്തിൽ ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയുകയും ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പകരം വീട്ടാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കുകയും ചെയ്തു. ആ സാഹചര്യത്തിൽ ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഷറഫാക്കപ്പെട്ട ശരീരം അവിടുന്ന് ആലിംഗനം ചെയ്ത് അവിടുത്തെ ഇഷ്ക് കാരണമായി നരകത്തിലേക്ക് തട്ടില്ല എന്ന ഒരു പ്രതിജ്ഞ മനസ്സിൽ കരുതിക്കൊണ്ട് സ്വർഗീയ അവകാശിയായ ആ ഉക്കാശ റളിയല്ലാഹു അൻഹു അതിൽ നിന്നും മോചനം നേടിയ വലിയൊരു ഇഷ്കിൻ്റെ ഉടമയാണ്. ആ ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള മുഹബ്ബത്തിൻ്റെ ഭാഗമായുള്ള ആ ഇഷ്ക് നമുക്കും നേടിയെടുക്കണം. റബ്ബ് തൗഫീക്ക് ചെയ്യുമാറാകട്ടെ. മഹാന്മാരായ ഔലിയാക്കളെയും ശുഹദാക്കളെയും സ്വഹാബത്തിനെയും ഒക്കെ അംഗീകരിക്കാൻ റബ്ബ് നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. സിയാറത്തിലായി ജീവിതം നമുക്ക് ധന്യമാക്കി തരുമാറാകട്ടെ. അവിടുത്തെ ഹക്ക് ജാഹ് ബർക്കത്ത് കൊണ്ട് നമ്മുടെ ബന്ധപ്പെട്ടവരിലെ നമ്മളെ സഹായിക്കുന്നവരിലെ കുടുംബത്തിലെ ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവർ എല്ലാവരിലുമുള്ള എല്ലാ ശാരീരിക മാനസിക പൈശാചിക ഷർറുകളും നീക്കി റാഹത്തും സന്തോഷവും നൽകുമാറാകട്ടെ. കുടുംബജീവിതത്തിൽ റിസ്കിൻ്റെ വഴികളിൽ തൊഴിൽ മേഖലകളിൽ എല്ലാ മേഖലകളിലും അള്ളാഹു ഖൈറും ബർക്കത്തും ഏറ്റി തരട്ടെ. എല്ലാ പ്രശ്നങ്ങളും അള്ളാഹു പരിഹരിച്ച് റാഹത്ത് നൽകട്ടെ.